ഇറവറൻസ് മണ്ണെണ്ണയൊക്കെ തീർന്നോ? ബഹുമാനക്കുറവ്. ഈ ബാർബർക്ക് എന്തിനാണ് എനിക്ക് വിശക്കണു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയ OTT റിലീസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബോഗൻവില്ല. നിങ്ങളെല്ലാം ഓൾറെഡി കണ്ടു കാണും. സോണി ലൈവിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഡയറക്റ്റഡ് ബൈ അമൽ നീരദ്, സ്റ്റാറിങ് കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി, ശോഭി തിലകൻ, ഫഹദ് ഫാസിൽ, ശൃന്ദ, അങ്ങനെ ഒരു നീണ്ട താരനിര എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു കോർ ആക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണിത്. മാത്രമല്ല, ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സൈക്കോ കില്ലറിനെ പറ്റിയുള്ളൊക്കെ ഒരു കഥ നമ്മളെ മലയാളം സിനിമയിൽ വളരെ എന്താ പറയുക, വളരെ കുറവായിട്ടാണ് ഇറങ്ങുന്നത്. എന്നാലും ഇറങ്ങുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു എന്താ പറയുക, കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അഭിപ്രായം തോന്നുന്ന ടൈപ്പ് സിനിമകളൊക്കെയാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു ഫീലാണ് ഈ സിനിമ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്കിതൊരു എന്താ പറയുക, ഒരു ഡീസൻറ്റ് ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫിയൊക്കെ അടിപൊളിയായിരുന്നു. ലൈറ്റിങ്ങും അതും സൗണ്ടും എല്ലാം അടിപൊളിയായിരുന്നു. ആക്ടിങ്ങും അത്യാവശ്യം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓവർ റിയാക്ഷനും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ വളരെ ഒരു എന്താ പറയുക, ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഒരു വളരെ നല്ലൊരു ലളിതമായ രീതിയിലൊക്കെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ആ ഒരു പ്ലോട്ടിൻ്റെ ട്വിസ്റ്റും അങ്ങനെയുള്ള ആ കഥ പോകുന്ന അതിൻ്റെ ഒഴുക്ക്, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫ്ലോ, അതൊക്കെ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു ഡീസൻറ്റ് ത്രില്ലർ എന്ന് പറയാം. ഡീസൻറ്റ് ത്രില്ലർ ഞാൻ പറഞ്ഞത് ഭയങ്കര സംഭവമാണ്, അല്ലാണ്ട് അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ത്രില്ലർ. ഞാൻ പറയുന്നത് ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു ഫീല് കിട്ടുന്ന ഒരു ത്രില്ലർ. അതാണ് ഈ ഒരു സിനിമയിൽ നമ്മൾ ഉടനീളം കാണുന്നത്, എൻഡിങ് വരെ. അത് ഒരു സ്റ്റേജിൽ പോലും അതിൻ്റെ ഒരു ഫ്ലോ പോയിട്ടില്ല. ആ ഫ്ലോ നഷ്ടപ്പെടാതെ, വലിയതായിട്ട് നമ്മളെ ബോറടിപ്പിക്കാതെ, വലിയ എന്താ പറയുക, നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺക്ലൂഷൻസോ അല്ലെങ്കിൽ ട്വിസ്റ്റോ അങ്ങനെയൊന്നും കൊടുക്കാതെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഒരു സ്റ്റോറി ടെല്ലിങ്, എന്നാലോ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്. ആ ഒരു കാര്യത്തിൽ അമൽ നീരദ് ഇതിൽ വളരെ ഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇത് വ്യൂ ചെയ്യുന്നൊരു ഓഡിയൻസിന് ഇത് കറക്റ്റായിട്ട് ആ ഒരു അതിൻ്റെ ഒരു മെസ്സേജ് റിലേ ചെയ്യുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാനൊരു രസമാണ്. നമ്മൾ ചില ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമ്മൾ കാണുമ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ചില സീനുകളൊക്കെ നമുക്ക് തന്നെ 2-3 പ്രാവശ്യം കണ്ടാലൊക്കെ ഇത് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ടൊരു ലെവലിൽ നമുക്ക് ഈ സിനിമ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് മനസ്സിലാക്കാം. ആ രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സംഭവം കുറേ ട്വിസ്റ്റും ഇതൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സിനിമ പോകുന്ന രീതി വളരെ സിമ്പിളാണ്. നമ്മൾ എന്നെപ്പോലെ ഒരാൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. കഥ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയില്ല കഥ എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ സ്റ്റോറിയൊന്നും ഞാൻ പറയുന്നില്ല. അതോ നിങ്ങൾ സിനിമ ഓൾറെഡി കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ചില സാങ്കേതികമായിട്ട് വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. പറഞ്ഞാൽ ടെക്നിക്കലി ബ്രില്യൻ്റ് മൂവി എന്ന് തന്നെ പറയണം. അതിൻ്റെ എല്ലാ ഭാഗത്തും മ്യൂസിക്കായാലും അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത കാര്യങ്ങൾ, ആ വീടിൻ്റെ സെറ്റിങ്സ്, സറൗണ്ടിങ്സ്, ക്യാമറ ആംഗിൾസ്, ഇതെല്ലാം വളരെ എന്താ പറയുക ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൊരു അമൽ നീരദിൻ്റെ ഒരു കഴിവ് നമുക്ക് ശരിക്കും ഈ സിനിമയിൽ ഉടനീളം കാണാൻ പറ്റും. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലോസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഇതിൽ കുറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇങ്ങനെ ഒരു മൂവി അത് ഇതേ രീതിയിൽ കൊണ്ടെത്തിച്ചത് ഒരു സക്സസ്ഫുള്ളായിട്ട് റിലീസ് ചെയ്ത ഒരു ഓഡിയൻസിന് എത്തിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് ടഫാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ സൈക്കോളജിക്കൽ ത്രില്ലറൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് മൂവീസും കൊറിയൻ മൂവീസൊക്കെ കണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ടൈമാണിപ്പോൾ. പണ്ടത്തെ കാലത്ത് പിന്നെയും നമ്മൾ പറയാം ഫ്രഷ് സാധനമാണെന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫ്രഷാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സാധനം എടുത്തിടാൻ പറ്റില്ല. ബിക്കോസ് ഇതുപോലത്തെ ഒരു 1000-1500 സിനിമകൾ ഓൾറെഡി മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ B ഗ്രേഡ് മൂവി ആയിട്ടായാലും C ഗ്രേഡ് മൂവി ആയിട്ടായാലും A ഗ്രേഡ് മൂവി ആയിട്ടായാലും അങ്ങനെ വമ്പൻ ത്രില്ലേഴ്സൊക്കെ ഓൾറെഡി നമ്മൾ
കൊറിയൻ സിനിമയിലും ഇംഗ്ലീഷ് മൂവീസിലും ടർക്കിഷ് മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു സാധാരണ മൂവി എന്നുള്ള, പക്ഷെ നമ്മളൊരു ഇന്ത്യൻ സിനിമയിൽ വരുമ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലർ തന്നെയാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമ, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ആക്ടിങ് എല്ലാ എന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബനൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കുഞ്ചാക്കോ ബോബൻ ആയിരിക്കില്ല അത് നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഇതുണ്ടാവില്ലേ. നമ്മളെപ്പോഴും കാണുന്ന കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ഡീസൻറ്റ് സൈഡ്, പക്ഷേ ഇതിൽ ആ ഒരു ആക്ടറിൻ്റെ ഒരു ഡാർക്ക് സൈഡ്, ആ ഒരു ക്യാരക്ടറിൻ്റെ ഡാർക്ക് സൈഡിലേക്ക് മാറുമ്പോൾ ആ പുള്ളിക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓവറായിട്ടല്ല, ചില സിനിമയിൽ അത് ഓവറാക്കി കളയും, പക്ഷേ ഇത് അങ്ങനെയല്ല, വളരെ ഡീസൻ്റ് ആയിട്ട് ആ സെയിം ഫ്ലോയിൽ തന്നെയാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതൊക്കെ. അതിൽ ഈവൻ നമ്മൾ ആ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ക്യാരക്ടറിൻ്റെ ഓരോ എന്താ പറയുക, ഈ റോയ്സ് എന്ന് പറഞ്ഞ ഈ ഡോക്ടർ റോയ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ചില മാനറിസംസ് കാണുമ്പോൾ അത്യാവശ്യം ഈ ഇതുപോലത്തെ സീരിയൽ കില്ലർ മൂവീസും സൈക്കോളജിക്കൽ ത്രില്ലർ മൂവീസൊക്കെ കണ്ട ആൾക്കാർക്ക് ചെറുതായിട്ട് ഒരു ഹിൻറ്റ് കിട്ടും, ഇയാളാണ് ഇതിലത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിന് കിട്ടും. അത് ഇപ്പോൾ ഞാനത് ഓരോ സാധനങ്ങൾ എടുത്ത് പറയുന്നില്ല, ബിക്കോസ് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് വെറുതെ അതിനൊരു ചർച്ച ഉണ്ടാക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഓൾറെഡി കുറേ വീഡിയോസിലൊക്കെ യൂട്യൂബിൽ ഓൾറെഡി ഇതിനെപ്പറ്റി ഭയങ്കര ചർച്ചയൊക്കെ നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു നോർമൽ ഇങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടുള്ള പ്രേക്ഷകന് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാം, ഈ ഒരു ക്യാരക്ടർ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൽ പോലീസായിട്ട് വന്നിരിക്കുന്ന ഫഹദ് ഫാസിൽ, അവിടെയാണ് എനിക്കൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ഡ്രോബാക്ക് തോന്നിയത്. ബിക്കോസ് ഒരു അഗ്രസീവായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, യങ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ, എന്നാലും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു ഓഫീസേഴ്സിനാണല്ലോ ഇങ്ങനത്തെ ഒരു വലിയൊരു സെറ്റപ്പുള്ള കേസൊക്കെ അവർ കൊടുക്കുകയുള്ളൂ. സോ അങ്ങനെ ഒരാൾ വന്നിട്ട് ഈ ഒരു ഡോക്ടറിനെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ അയാളെ ഒരിക്കലും ഫോക്കസ് ചെയ്യാതെ വേറെ പല അതിൽ വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ മുകളിലേക്ക് പുള്ളിയുടെ ഫോക്കസ് പോയി എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയൊരു ഫ്ലോ എനിക്ക് തോന്നി. ബിക്കോസ് ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്, അത്രയും പ്രഗത്ഭനായ ഒരു ഓഫീസർ എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ പുള്ളി. ഐ മീൻ അത്ര വലിയതായിട്ട് കാണിക്കില്ല, എന്നാലും നോർമൽ ഒരു പോലീസിൻ്റെ ഒരു ഇതെടുത്താൽ പോലും ഒരു ആളെ പോലും സംശയത്തിൻ്റെ ഇതിൽ നിന്ന് ഒഴിവാക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ റോയിനെ പുള്ളിയുടെ കംപ്ലീറ്റ് ആ ഒരു ഫോക്കസിൽ നിന്ന് ഒഴിവാക്കിയത് എന്നുള്ളത് എനിക്ക് ഇത് സ്റ്റോറി എഴുതിയപ്പോൾ പറ്റിയ ഒരു പ്രശ്നമാണോ അതോ മനഃപൂർവ്വം അങ്ങനെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഫ്ലോ കാണിക്കാൻ വേണ്ടി കാണിച്ചാണോ എന്ന് എനിക്ക് വ്യക്തമായില്ല. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക്, ബിക്കോസ് ഒരു പോലീസുകാരനും ഒരാളെയും സംശയത്തിൻ്റെ ഇതിൽ നിന്ന് ഒഴിവാക്കില്ല ബിക്കോസ് ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ. ബിക്കോസ് ഒരു സൈഡിൽ എന്താ പറയുക, ഒരു മെൻ്റലി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ മുകളിലാണ് ഈ സംഭവം ഫോക്കസ് ചെയ്തിട്ട് ഒരു കേസ് അന്വേഷണം പോകുന്നത്. അതന്നെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഒരാൾക്ക് ഓർമ്മക്കുറവുണ്ട്, അയാൾ പറയുന്നത് എന്താണെന്നുള്ള സ്ഥിരതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ആ ഹസ്ബൻഡിലേക്ക് എന്തുകൊണ്ട് ഇവരെ ശ്രദ്ധ പോയില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് വരെ അത് തോന്നുന്നുണ്ട് എന്തുകൊണ്ട് പോയില്ല എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ആ പോലീസുകാരന് അങ്ങനെ തോന്നിയില്ല എന്നുള്ളതൊരു വലിയ സംഭവമാണ്. അയാൾക്ക് തോന്നിയില്ല, അയാളൊപ്പമുള്ള പോലീസുകാരന് എന്തുകൊണ്ട് തോന്നിയില്ല, ബിക്കോസ് അയാളും കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ഉദ്യോഗസ്ഥനായിട്ടാണ് നമുക്ക് ആ ഫീൽ ചെയ്യുന്ന ക്യാരക്ടർ അതിൽ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ ചെറിയ ഡ്രോബാക്സ്. പിന്നെന്താ, അങ്ങനെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഈ ക്യാരക്ടർ അങ്ങനെ ആയി മാറുന്നുള്ളതൊക്കെ ഒരു കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്ലോസ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, നമ്മൾ ഈ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇതൊക്കെ ഒരു മൈന്യൂട്ട് ലെവലിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വേറൊരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഞാൻ സിനിമ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത്, ഈ കില്ലേഴ്സ് നമ്മളിപ്പോൾ പല സിനിമകളും കണ്ടിട്ടുണ്ടല്ലോ, നമ്മളൊരു കില്ലർ ആയതുകൊണ്ടല്ല, പക്ഷെ നമ്മൾ പല സിനിമകൾ കണ്ടതുകൊണ്ട് നമ്മൾ തോന്നുന്ന ഈ നമ്മളെ ഒരു റേഡിയസിലുള്ള നമ്മളൊരു ചുറ്റളവിലുള്ള ആ ഒരു ഭാഗത്തു നിന്ന് ഒരു വിക്ടിംസിനെ കണ്ടുപിടിക്കൽ വളരെ കുറവാണ്.
അതൊരു ഈസി ആക്സസ് ഉള്ള ഒരു ഈസി ടാർഗറ്റ് പോലെയാണ് അത്. ബിക്കോസ് അവരെ കണ്ടുപിടിക്കാനും ഈ കില്ലേഴ്സിനെ കണ്ടുപിടിക്കാനും അവർക്ക് തന്നെ സ്വയം കുഴി കുത്തുന്ന പോലെയാണ്. ഈ സ്വന്തം വിസിനിറ്റിയിലുള്ള കുറേ ഏരിയയിൽ നിന്ന് ഒരു വിക്ടിംസിനെ കണ്ടുപിടിച്ച് കൊണ്ടുപോയി കൊല ചെയ്യുന്നതൊക്കെ. നോർമലി അതൊരു വേറെ എവിടെ നിന്നെങ്കിലും വിക്ടിംസിനെ പൊക്കിയെടുത്ത് കൊടുന്ന് അവരെ ഒരു എന്താ പറയുക, അവരെ ഒരു സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ അതിന് വ്യത്യസ്തമായിട്ട് അവരെ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആ ഒരു റേഡിയസിലുള്ള ആ ഒരു സ്ഥലത്തു നിന്ന് മാത്രമാണ് ഒരു വിക്ടിംസിനെ കൂടുതൽ തിരഞ്ഞെടുത്ത് ഈ ഡോക്ടർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് എനിക്ക് എന്തോ ഒരു ചെറിയൊരു, ബിക്കോസ് നോർമലി നമ്മൾ ഈ സൈക്കോട്ടിക് കില്ലേഴ്സ് ഒന്നും അങ്ങനെ അത്ര ഒരു ഇത് കാണിക്കില്ല. ബിക്കോസ് ഡോക്ടർ റോയുടെ ഒരു ആ ഡോക്ടർ റോയ്സിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം നല്ലൊരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പുള്ളി ചെയ്യുന്നതൊക്കെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ക്രൈം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിക്കുക, ഈ ഒരു വിക്ടിമിനെ 2 വിക്ടിമിനൊക്കെ അവർ കൊണ്ടുപോകും. പക്ഷേ ഈ 13 വിക്ടിംസിനെ അവർ ഒരേ ആ സറൗണ്ടിങ്സ് തന്നെ പൊക്കിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ല ആ ക്യാരക്ടറിനെ ഇതായിട്ട്. കുറച്ചുകൂടി മെൻ്റലി അവർ കുറച്ചുകൂടി എന്താ പറയുക, ഭയങ്കര നമ്മളെക്കാളെ കുറച്ചുകൂടി കൂർമ്മ ബുദ്ധിയോടെ കാര്യങ്ങൾ നീക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ സ്വന്തം വീടിൻ്റെ ചുറ്റളവിൽ അവർ ഈ ക്രൈം ചെയ്യുന്നു എന്നുള്ളത് വളരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുമാത്രം എനിക്കൊരു എന്താ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. സോ ഇറ്റ്സ് എ ഗുഡ് മൂവി, ഗുഡ് വാച്ച്. ഇതുപോലത്തെ മൂവീസൊക്കെ ഇനിയും വരണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഇത് അറ്റംപ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ജോണറാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ടൈപ്പ് സിനിമകൾ ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാ ഓഡിയൻസിനും ഇത് പറ്റില്ല. പ്രത്യേകിച്ച് ഫീമെയിൽ ഫാമിലി ഓഡിയൻസിനും ഇതൊക്കെ വളരെ എന്താ പറയുക അബ്രപ്റ്റായ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ഓഡിയൻസിനൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മൂവീസ് ചിലപ്പോൾ സക്സസ്ഫുൾ ആവാൻ സാധ്യതയില്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ കുറച്ച് പേര് ഇങ്ങനെ ഈ എല്ലാ ടൈപ്പ് മൂവീസും കാണുന്നവരായതുകൊണ്ട് നമുക്കത് ഇഷ്ടപ്പെടും. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. എനിവേ ഇറ്റ്സ് എ ഗുഡ് അറ്റംപ്റ്റ്, സക്സസ്ഫുള്ളി അച്ചീവ്ഡ്. അവർ പറയാൻ ഉദ്ദേശിച്ചവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഓഡിയൻസിൽ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതന്നെ വലിയ സക്സസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഡെഫിനറ്റ്ലി വർത്ത് എ വാച്ച്. ഒരു റീവാച്ചിന് പറ്റില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ സസ്പെൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീവാച്ചിന് പറ്റില്ല. പിന്നെ അതിന് മാത്രമുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവിയൊന്നുമല്ല. ആ പെർഫോമൻസ് കാണാൻ വേണ്ടി വീണ്ടും അത് റീവാച്ച് ചെയ്ത് നമ്മൾ കാണണം. നമ്മളിപ്പോൾ റോബർട്ട് ഡിനോറോയുടെ കേപ്പ് ഫിയറും അതൊക്കെ കാണുന്ന പോലെ ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി നമ്മളിത് റീവാച്ച് ചെയ്യണമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ആസ് എ മൂവി ഇറ്റ്സ് 1 time 2 time വാച്ച്, ദാറ്റ്സ് ഇറ്റ്. ആ ഒരു രസം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എൻഡിങ് വരെ. അപ്പോൾ ഡെഫിനറ്റ്ലി എ ഗുഡ് അറ്റംപ്റ്റ്. ആൻഡ് അമൽ നീരദിൻ്റെ വൺസ് മോർ ഹി പ്രൂവ്ഡ് ദാറ്റ് ഹി ക്യാൻ ഡു ഗ്രേറ്റ് മൂവീസ്, ഗുഡ് മൂവീസ് ലൈക്ക് ദിസ്. സോ ലെറ്റ്സ് കീപ് ഇറ്റ് കമ്മിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.